തെറ്റിയ ഭാഗം എടുക്കാനായിട്ട് ഒരു ഓപ്ഷനും ഇല്ല. നമ്മളത് വീണ്ടും റീടേക്ക് ചെയ്യുക മാത്രമേ അന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി തവണ പാടിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ആദ്യമായി സ്റ്റേജിൽ പാടുന്നത് പീറ്റർച്ചാൻ്റെ കൂടെയും ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സിംഗേഴ്സ് എന്ന സംഗീത വിഭാഗവുമായി ചേർന്നാണ് ഞാൻ ആദ്യമായി സ്റ്റേജിലൊക്കെ പാടുന്നത്. അന്ന് ഹൃദയം ഒരുക്കി ഞാനെൻ പ്രിയനെ നിനക്ക് മാത്രമെന്നുള്ള പാട്ട് ഒത്തിരി പേരെന്നെ ആ പാട്ട് കേട്ട് അഭിനന്ദിച്ചു. ഞാൻ ആദ്യമായിട്ട് അതാണെന്ന് തോന്നുന്നു പാടുന്നത്. ഞാൻ അതിൻ്റെ 2 വരി പാടാം. ആ പാട്ടാണ് ഞാൻ ആദ്യമായി സ്റ്റേജിൽ പാടി എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം നിരവധി ഗാനങ്ങൾ സ്റ്റേജിൽ പാടുവാനിടയായി. പീറ്റർച്ചാൻ്റെ കൂടെയും വിൽസൺ ജയന്തനാട്ടലിൻ്റെ കൂടെയും ഹാർട്ട് ബീറ്റ്സിൻ്റെ കൂടെയും OM രാജുക്കുട്ടി പാസ്റ്ററുടെ ടീമിൻ്റെ കൂടെയും തിരുവല്ലായിലുള്ള ജെറി എന്ന് പറയുന്ന സഹോദരൻ്റെ അവരുടെ ടീമിൻ്റെ കൂടെയും അങ്ങനെ നിരവധി പാട്ടുകൾ പാടുവാൻ സ്റ്റേജിൽ പാടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം പീറ്റർച്ചാൻ്റെ പല റെക്കോർഡിങ്സിലും പാടുവാൻ എനിക്ക് അവസരം കിട്ടി. അന്നൊന്നും സ്റ്റുഡിയോ ഒന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു വീടുകളിൽ പോയി, അതായത് ആൾക്കാരും ഇല്ലാത്ത വീടുകളിലൊക്കെ നമ്മൾ പോയി രാത്രിയിലൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു പാട്ട് തന്നെ തെറ്റിപ്പോകുമ്പം നമുക്ക് റീടേക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി തവണ പാടിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. 89, 90 ആ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പം അതൊക്കെ എൻ്റെ ജീവിതത്തിലെ സംഗീതത്തിൽ വളരുവാനുള്ള വലിയ അനുഭവങ്ങളായിരുന്നു. ആ റെക്കോർഡിങ്സും പീറ്റർച്ചാൻ്റെ കൂടെയും ഒക്കെയുള്ള പ്രോഗ്രാംസൊക്കെ.